ഒരു കൂട്ടുകാരൻ ഒരു അബദ്ധം പറ്റി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ഒരു പാട്ട് എന്തോ ഒരു ആവേശത്തിൽ അങ്ങനെ പാടിപ്പോയി. ഒരിക്കലും അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു. ആ പാട്ടിനെ അങ്ങനെ ഒരു പാട്ടിനെ ആരും പിന്തുണക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് അള്ളാഹു താല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ആ പാട്ട് കാരണം ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അള്ളാഹത്തൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷേ ഇതിനിടയിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊരിക്കലും കാണാതെ പോകാൻ പാടില്ല. അതായത് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയേ കാണിച്ചു തരാം. പാട്ട് പാടുന്ന ആളുകൾക്കെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതുപോലെ ഉറഞ്ഞു തുള്ളുന്ന കുറേ ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് ആ വിഷയത്തെക്കുറിച്ച് പറയേണ്ടത് ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയം വിടുക. അല്ലെങ്കിൽ തന്നെയും ആ സുഹൃത്ത് തന്നെ എത്രയോ നല്ല പാട്ട് പാടിയ, എത്രയോ നല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് സാധുവായി ഞാൻ പോലും കരഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ട് കേട്ട്. അതൊക്കെ ഒരു ചെറിയൊരു അബദ്ധം വരുമ്പോഴേക്കും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. അത് ചെയ്യുന്ന വലിയ അനീതിയല്ല. അദ്ദേഹത്തിൻ്റെ എത്ര വരികൾ ഹൃദയത്തിൻ്റെ, അദ്ദേഹം ഒരു ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ എഴുതുന്ന വരികൾ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നല്ല പാട്ടുകൾ അദ്ദേഹം സ്വന്തമായി എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ആ പാടിയ സുഹൃത്തിൻ്റെ ആ എഴുതിയ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ പാട്ട് കാരണം എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടാവും. അതെല്ലാം മറന്നിട്ട് എല്ലാവരും കൂടെ എറിഞ്ഞു കൊല്ലുന്ന ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കരുത്. അദ്ദേഹത്തിന് തിരുത്താനുള്ളൊരു അവസരമാണ് കൊടുക്കേണ്ടത്. അല്ലാഹു തആല ഇനിയും ഖൈറായ ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിന് വേദിയിൽ പാടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ പൂർണ്ണരായ ആളുകൾ ആരാളുള്ളത്? ചില ആളുകൾക്ക് പാട്ടിലായിരിക്കും അബദ്ധം പറ്റുക, ചില ആളുകൾക്ക് പേഴ്സണൽ ലൈഫിലായിരിക്കും അബദ്ധം പറ്റുക. അതിപ്പോൾ ഇദ്ദേഹം പാട്ട് പാടിയത് കൊണ്ട്, പബ്ലിക് ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. നമ്മളൊക്കെ പൂർണ്ണരായ ആളുകളാണോ? ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ വിമർശിക്കുന്ന ആളുകൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം തികഞ്ഞു വന്ന് ഇന്നും പല ആളുകളും സുഹൃത്തുക്കൾ ഓരോ സ്ക്രീൻഷോട്ടുകൾ അയച്ചു. സാറേ ഇതിനെതിരെ എന്തെങ്കിലും പറയണം. ഞാൻ പറയാൻ എതിരെ പറയാനുള്ള വിവരമൊന്നും എനിക്കില്ല. ഒരു വിഷയം അത് ശ്രദ്ധിക്കാനുള്ളത്, അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇത് എവിടെയാ പറയാന്ന് ആലോചിച്ചു. ഏറ്റവും നല്ലത് മദ്ഹിന്റെ വേദിയിൽ തന്നെ പറയലാണല്ലോ. അപ്പൊ ആ സുഹൃത്തിന് പിന്നെ വേറെ ചില ആളുകൾ ഷെയർ ചെയ്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരാളത് കാണാൻ പാടില്ല എന്ന നിലപാടാണ് ആദ്യം ചെയ്യേണ്ടത്. അത് 10 ആളിലേക്ക് അല്ലെങ്കിൽ 1000 ആളിലേക്ക് 1,00,000 ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായ മറ്റൊരു തെറ്റാണ്. അത് ഏതോ കുറച്ച് ആളുകൾ മാത്രം കണ്ട് അവസാനിക്കേണ്ടിയിരുന്നത് ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുത്തിമറിയുന്ന, സോഷ്യൽ മീഡിയയിലേക്ക് ഉറങ്ങി, സോഷ്യൽ മീഡിയയിൽ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അവർ ദീനിന്റെ പേരിൽ ദയവായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ദീനിനോട് ചെയ്യുന്ന വലിയ സേവനമായിരിക്കും. എത്രയോ കുറഞ്ഞ ആളുകൾ മാത്രം കാണേണ്ട ഒരു പരിപാടിയായിരുന്നു അത്. ഇതിപ്പോൾ അവസാനം ഷെയർ ചെയ്ത് എല്ലാ യുക്തിവാദികൾക്കും, ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും, പാട്ട് വേണ്ട എന്ന് പറയുന്നവർക്കും, മദ്ഹ് വേണ്ട എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിനെ കുറ്റം പറയാൻ, എത്രയോ വലിയ ആലിമീങ്ങളെ കുറ്റം പറയാൻ ആ ഷെയർ ചെയ്ത ആളുകൾ കാരണം അവസരമുണ്ടായി. അതുകൊണ്ട് അത്തരം ഒരു പക്വതയില്ലാത്ത സമീപനം അങ്ങനെയുള്ള ചില ആളുകൾ നടത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരുത്തേണ്ടതൊക്കെ ആധികാരികതല്ല വലിയ പണ്ഡിതന്മാർ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അത് മതി. അതിനപ്പുറത്തേക്ക് എല്ലാവരും വാളെടുക്കുന്നവർ എല്ലാവരും വെളിച്ചപ്പാടായി കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ കുടുംബത്തിന്റെ വേദന ഒന്നും ചിലക്കൊന്നും വിഷയൊക്കെ പലരും പറഞ്ഞത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആ കുടുംബത്തിന്റെ വേദന നമ്മൾ കാണാം. പെൺകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ പാടുന്ന പുതിയാപ്പള ചിലപ്പോൾ ആ പാട്ടിന്റെ വരികൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് അയാളൊരു പാട്ട് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം വന്നെന്തോ ഒരു പാട്ട് പാടിയതായിരിക്കും. അതിനിങ്ങനെ ഒരു ബൈലിംഗ്വൽ മെസ്സേജ് ഉണ്ട്, ഒരു ദ്വയാർത്ഥം ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചതുപോലെ നെഗറ്റീവായ എന്തോ ഒരു അർത്ഥമാണെങ്കിൽ ആ പാട്ട് എന്താ മൈക്കിലൂടെ അദ്ദേഹം പാടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹം എന്തോ നല്ല ഹൈറായ വേറെന്തോ ഒരു മെസ്സേജാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം വേറെന്തോ ഒരു കൗതുകകരമായ ഒരു മെസ്സേജ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഒരു കാര്യം കേൾക്കുമ്പോൾ ഹൈറ് ചിന്തിക്കല്ലേ വേണ്ടത്. വേഗം അതിലെ ഷെറ് ചിന്തിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം അതിലൊരു ഹൈറ് ചിന്തിച്ചിട്ട് അതിലെ ഹൈറ് ചിന്തിച്ചിട്ട് ആ രീതിയിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം ആദ്യം തന്നെ ഇതെന്തായാലും പ്രശ്നം തന്നെയാണ്, അതെന്തായാലും ഭയങ്കര മുഷ്കിലാണ് എന്ന് പറഞ്ഞിട്ട് പാടിയ സാധുവിനെ ഒറ്റപ്പെടുത്താനും അയാളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ മാറ്റി അങ്ങനെയൊന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് അത് പേഴ്സണലായിട്ട് അത് തിരുത്തി കൊടുക്കുക. അങ്ങനെയുള്ളൊരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിൻ്റെ ഇടയിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മാദിഹീങ്ങൾക്കെതിരെ മൊത്തത്തിൽ മാദിഹി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതൊക്കെ വലിയ ചർച്ചയാണ്. ഇപ്പൊ മാദിഹുർ റസൂൽ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ആളാണ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു. ആ മാദിഹുർ റസൂലാണോ ഈ വേദിയിൽ പാട്ടിടുന്ന മാദിഹി? ഒരിക്കലും അല്ല. അതല്ലാന്ന് ഉറപ്പാണ്. അതെത്രയോ ഇൽമിന്റെ വലിയ മഹത്വമുള്ള
വലിയ അള്ളാഹിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്രയോ വലിയ ഗഹനമായ വിഷയങ്ങൾ എഴുതിയ ആൾക്കാരാണ് മാദിഹ് എന്ന് യഥാർത്ഥത്തിൽ ഹഖീഖത്തൻ പറയുന്നത് അവർക്കാണ് എന്ന് പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്. പിന്നെ വേദിയിൽ പാട്ട് പാടുന്ന അതും ഒരു മാദിഹാണ്. കേവലാർത്ഥത്തിലുള്ള റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന അല്ലെങ്കിൽ പറയുന്നവർക്കും മാദിഹ് എന്ന് പറയും. പാടുന്നവർക്ക് മാത്രമല്ല, പറയുന്നവരും. അത് പ്രവാചകരാണെങ്കിൽ ചിലപ്പോൾ മാദിഹ് റസൂൽ പറയും, പറയുന്നവരാണെങ്കിൽ പാടുന്നവരാണെങ്കിലൊക്കെ മാദിഹ് റസൂൽ എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കൾക്കൊന്നും മാദിഹ് റസൂൽ പോയിട്ട് അതിന്റെ പോലും പറയാൻ ഉള്ള അർഹത നമുക്കാർക്കും ഇല്ല. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാദിഹീങ്ങളെയൊക്കെ എല്ലാത്തിലും ഒരു അടച്ചാക്ഷേപിക്കുന്ന ഒരു ശൈലി അതിൽ വരുന്നിട്ടുണ്ട്. അത് ശരിയല്ല, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് ശാന്തമായ പാട്ടായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് കുടു പാട്ടായിരിക്കും ഇഷ്ടം. അപ്പൊ ഈ ശാന്തമായ പാട്ടിന്റെ ആൾക്കാർ മറ്റേ പാട്ട് മൊത്തം എതിർക്കണ്ട, അവൻ ബദർപടപ്പാട്ട് മൊത്തം എതിർക്കേണ്ടി വരും. കാരണം സ്പീഡിൽ പാടുന്ന പാട്ടൊക്കെ തെറ്റാണെങ്കിൽ ബദർ ഖിസ്സ പാട്ടിൽ അങ്ങനെയുള്ള കുറെ മുറുക്കം മൊത്തം സ്പീഡാണ്. നമ്മൾ ബമ്പുറ്റ ഹംസ പോലും പാടാൻ പറ്റൂല. ഹംസ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വലിയ വലിയ മഹാരഥന്മാർ എഴുതി വെച്ച പാട്ടുകളുണ്ട്. ആ പാട്ട് പാടുമ്പോ തന്നെ കിട്ടു വരിക, സംസാരിക സരിക എന്നൊക്കെ പറഞ്ഞ് പാടും. ഇതെന്ത് പാട്ടാണെന്ന് ചോദിക്കും. അത് അറിയാത്ത ആൾക്കാർ അവർ ചെയ്യേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയല. ഒരാളുടെ ഇഷ്ടമില്ലായ്മ ആ വിഷയം മൊത്തം തെറ്റാണ് എന്ന് പറയുന്നതിലേക്ക് എത്താൻ പാടില്ല. ഒന്ന്. പിന്നെ മാദിഹീങ്ങളായി അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദികളിൽ പാടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ഞാൻ ഇവിടെ പറയുന്നത് 1-2 കാര്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന് ഞാൻ പറഞ്ഞു, മാദിഹ് എന്നതിന് ഇപ്പൊ എത്രയോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ അള്ളാന്റെ ഹബീബിന്റെ പാട്ട് പാടുന്ന കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്നേഹത്തോടെ പൈസ കൊടുക്കുന്നതും സ്നേഹത്തോടെ പാട്ട് പാടിക്കുന്നതും ഹബീബിന്റെ മദ്ഹ് പാടുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹനം കൊടുക്കുന്നതും എത്രയോ ഞാൻ നേരിട്ട് നോക്കി കണ്ടിട്ടുണ്ട്. അതൊരു വലിയ കാരണം എന്താ? ആ കുട്ടികൾക്ക് വേറെ സിനിമ പാട്ട് പാടാനും പോകാമായിരുന്നു, ആ കുട്ടികൾ പോയില്ല. അത് അല്ലാഹു തആല ആ കുട്ടികളെ ഹബീബിന്റെ പാട്ട് മാത്രം പാടിയാൽ മതി, മ്യൂസിക് ഇല്ലാത്ത പാട്ട് മാത്രം പാടിയാൽ മതി എന്ന് പറഞ്ഞ് ഈ മേഖലയിൽ നിലനിർത്തിയതാ. ആ കുട്ടികളെ പ്രത്യേകം ചേർത്ത് പിടിക്കുക വേണ്ടത്. തിരുത്താനുണ്ടെങ്കിൽ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള നല്ല മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ.